ക്രിസ്തുമതത്തിൻ്റെ ആദിമ ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പൗലോസിൻ്റെ മാനസാന്തരം. യഹൂദ മതത്തിൻ്റെ സർവ്വ ന്യായപ്രമാണങ്ങളും മനഃപ്പാഠമാക്കി ക്രിസ്തുവിൻ്റെ സഭയെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട തീഷ്ണനായ ആ ഫരിസേയൻ പൗലോസായി മാറിയ വിസ്മയഭരിതമായ കഥ. അസ്തമിക്കാത്ത സ്നേഹം. ദൈവത്തിന്റെ പരിശുദ്ധനായ പുത്ര, എന്റെ കർത്താവേ, ഞാനിതാ നിനക്ക് വേണ്ടി വധിക്കപ്പെടാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഈ ഭൂമിയിലെ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നു ഞാൻ. നീ എന്നെ തിരഞ്ഞെടുത്തതിന്, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചതിന് നിനക്ക് സ്തുതി. എങ്കിലും പിതാവേ, സത്യവും നീതിയും ന്യായവും ചവിട്ടി മെതിക്കപ്പെടുന്നുവല്ലോ. നിന്റെ വെളിപാടിന്റെ സൂക്ഷിപ്പുകാർ തന്നെ കൊലയാളികളായി മാറുന്നുവല്ലോ. ഹൃദയത്തിലും കാതുകളിലും അപരിചിതരായവർ എല്ലാ പ്രവാചകന്മാരെയും വധിച്ചു കളയുന്നു. നസ്രാനായ യേശുവേ, എന്റെ കർത്താവേ, നീ അവിടുത്തെ വാതിൽ തുറക്കണമേ. കർത്താവേ, വേഗം വരണമേ. മാറാനാത്ത ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതി ഭവനത്തെയോ മാതാപിതാക്കളെയോ ഭാര്യയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങ് പ്രതിഫലമുണ്ടാകും. വരാനിരിക്കുന്ന ലോകത്തിൽ അവൻ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സാക്ഷികളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുമേ. സമയം വരണമെന്നോ ശിക്ഷ നടപ്പാക്കാൻ താമസിച്ചുകൂടാ. യഹൂദജനത്തിന്റെ കൽപ്പന സാൻഹെദ്രീൻ സംഘത്തിന്റെ പൊതുതീരുമാന പ്രകാരവും മഹാപ്രവാചകനായ മോശയുടെ കൽപ്പന അനുസരിച്ചു മോശയ്ക്കും ദൈവത്തിനെതിരായി ദൂഷണം പറയുകയും ജനത്തെ വഴിതെറ്റിക്കുകയും ചെയ്ത എസ്തഫാനോസ് എന്ന അബദ്ധസഞ്ചാരിയെ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഈ കൽപ്പന കൈപ്പറ്റുന്നവരെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. Ave
ഇതാ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഈശോ നിൽക്കുന്നു. മോചനം ലഭിക്കില്ല. അല്ലയോ യുവാവേ, നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം സാക്ഷി, നീ ഒരിക്കൽ സത്യം അറിയും. കർത്താവ് നിന്നെ തൊടും. കർത്താവായ ഈശോയെ, ഈ പാപങ്ങളുടെ മേൽ ചുമത്തരുതേ. എന്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊള്ളണമേ. മനുഷ്യനെന്ന് ഉറപ്പാക്കണം. എന്താണിത്? കല്ലേറിയിട്ട് മനുഷ്യന്റെ മുഖത്ത് ഇത്രമേൽ പ്രകാശമോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തൊരു ചൈതന്യമാണ് ഇവിടെ. നമുക്ക് പോകാം. താങ്കൾ എന്തിനാണ് അശ്രദ്ധിക്കുന്നത്? അവനെ ചാത്തക്കാർ വന്ന് അവനെ മൃതദേഹം കൊണ്ടുപോകണം. ശരി തന്നെ, നമുക്ക് പോകാം. അല്ലയോ യുവാവേ, നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം സാക്ഷി, നീ ഒരിക്കൽ സത്യമറിയും. കർത്താവ് നിന്നെ തൊടും. ഈ ദൈവദ്രോഹികൾ മനസ്സിനെ പോയി പ്രശസ്തമാക്കും. എല്ലാറ്റിനെയും ഇല്ലാതാക്കണം. ഒരുത്തൻ അവശേഷിച്ചാൽ നമ്മുടെ സമൂഹത്തെ തകർക്കും. ദൈവമാണ് സത്യം. പ്രധാന പുരോഹിതന്റെ കയ്യിൽ നിന്ന് ഇതിനുള്ള അംഗീകാരവുമായി ഞാൻ തിരിച്ചെത്തും. വിവരമില്ലാത്ത മന്ദബുദ്ധി, നിന്റെ നാവിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്ന് വരില്ലേ? എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രതി എന്നോട് കരുണ കാണിക്കണമേ. സാവു അവളുടെ സ്ത്രീയാ, അവളോട് അല്പം കരുണ കാണിച്ചുകൂടെ? എന്ത് സ്ത്രീ? ദൈവദൂഷണം പറയുന്നവരെ വെറുതെ വിടുവാൻ ഏത് നിയമമാണ് കൽപ്പിച്ചിട്ടുള്ളത്? അത് മൃഗമാണെങ്കിൽ പോലും വധിക്കപ്പെടണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത്. ശരി തന്നെ, ഈശോ മനുഷ്യനായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. മരണത്തെ ജയിച്ചവനെ മനുഷ്യനോട് താഴ്ത്തപ്പെടുത്തരുത്. എന്റെ കർത്താവ് ഇവരോട് ക്ഷമിക്കണം. ഇല്ല, ഞാൻ ഒരിക്കലും എന്റെ കർത്താവിനെ ഉപേക്ഷിക്കുകയില്ല. എന്താണ് സംബന്ധം? ഇവിടെ കൊണ്ടുപോയി തടവിലെത്തുള്ളൂ. നിങ്ങളിവർക്ക് കാവലുണ്ടാവും. ക്രിസ്ത്യാനികളെന്ന ഈ വർഗത്തെ സമൂലം നശിപ്പിക്കുന്നതുവരെ ഇനി എനിക്ക് വിശ്രമമില്ല. മനുഷ്യനെ ദൈവമൊക്കെ ആരാധിക്കുകയാണ്. നിയമവും പ്രവാചകന്മാരും യാതൊന്നുമില്ലാത്ത
കുടിച്ച് മഗ്നരായി വന്നു. ഞാൻ ദമാസ്കസിലേക്ക് പോകുന്നു. ക്രൈസ്തവരെ മുഴുവൻ തുടച്ചു വയ്ക്കുവാനുള്ള അധികാരവുമായി ഞാൻ തിരിച്ചു. സാവൂൾ കൂടുതൽ അപകടകാരിയാകുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തേക്കും. കഷ്ടം, പാവം മനുഷ്യൻ, എന്തുമാത്രമാണ് ഇവർ സഹിക്കുന്നത്? ആരെന്നെ രക്ഷിക്കും? സത്യമായും എനിക്കിത് സഹിക്കാനാവുന്നില്ല. ഇവർ ആരെയും ദ്രോഹിക്കുന്നില്ല, എന്നിട്ടും ഇവർ ദ്രോഹിക്കപ്പെടുന്നു. ഈ സംഘത്തിന് യാതൊരു പ്രതികാര ചിന്തയുമെന്നാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. പലരെ വധിച്ചിട്ടും കടുകിട വ്യതിചലിക്കാത്ത ഇവരുടെ ബോധത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഇവർക്ക് പിന്നിൽ വലിയൊരു ദൈവിക ശക്തിയുണ്ട്. അസാധാരണമായ എന്തുകൊണ്ടുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയപ്പെടുന്ന ഒന്നായി തോന്നുന്നില്ല. ഒരു കാര്യം നിസ്സംശയമാണ്: കല്ലറ ശൂന്യമായിരുന്നു. യഹൂദ പടയാളികൾ ഭയത്തോടും വിരയോടുകൂടിയാണ് ഇപ്പോഴും ആ സംഭവം വിവരിക്കുന്നത്. എന്തായാലും ഈ മതവും ഈശോയും സത്യമെങ്കിൽ ഇവർ ഈ ലോകത്തെ മൂടും. ഇവരെ എതിർക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നില്ല. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ സാബുവിനെ എതിർക്കാൻ ആർക്ക് പറ്റും? എന്തൊരു വികാരാവേശമാണ് അയാൾക്ക്. എന്താ സഹോദരേ, നിങ്ങൾക്ക് സാവൂളിനെ പേടിയായോ? സാവൂളിന്റെ ആത്മത്രം ലൂസിയോസ്, നീ എന്താ ഇവിടെ? മണ്ടേമാരെ, നിങ്ങൾക്ക് സാവൂളിനെ കുറിച്ച് എന്തറിയാം? പണ്ഡിതന്മാരുടെ നഗരമായ താർസൂസിൽ നിന്നുള്ള മഹാജ്ഞാനി, യഹൂദ നിയമത്തിൽ റബ്ബിയോളം വിവരമുള്ള, ഇരട്ട പൗരത്വവും ഇരട്ട പേരുമുള്ള സാവൂൾ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുമെന്നോ? രണ്ടെണ്ണത്തിന്റെ സ്വഭാവമാറ്റം സൃഷ്ടിച്ച സാവൂൾ നിങ്ങളെ നിരീക്ഷിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞങ്ങൾ കളിക്കാരല്ല. അങ്ങനെയെങ്കിൽ നിൽക്കോളാം, അല്ലാതെ എന്തേലും ഒക്കാണ്ട ക്രിസ്ത്യാനികൾക്ക് ചെയ്തു കൊടുക്കുന്നത് ഓർത്തോ. അയാൾ അങ്ങേറ്റ വികാര ജീവി, അപസ്മാര രോഗിയുമാണ്, അത്യന്തം അപകടകാരി. സാൻഹൃദിക് സംഘവുമായി ഉറ്റബന്ധമാണ് അയാൾക്ക്. പഠനത്തിലും നിയമാനുഷ്ഠാനത്തിലുള്ള അതിതീക്ഷ്ണത കാരണം ചില റബ്ബിമാരെ പോലെ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച അയാളിൽ നിന്നും പിന്നെ ഒരു മഹാസ്ഫോടനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും അറിയാം. പക്ഷെ റബ്ബാൻ റബ്ബി ഗമാലിയലിന്റെ ശിഷ്യൻ എത്ര പേര് ഇങ്ങനെ ക്രൂരനായെന്ന് മനസ്സിലാവുന്നില്ല. റബ്ബാൻ റബിയോ, ഈ പ്രയോഗം ഞാൻ ആദ്യമായി കേൾക്കുന്നു. ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് ഇതിനർത്ഥം. ഈശോയെ റബ്ബാൻ റബ്ബി എന്ന് വിളിച്ചിരുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ? ഈശോയുടെ നാമം ഇനി ഈ ഭൂമി അധികം ഉയർന്നു കേൾക്കില്ല. സാവൂൾ പുറപ്പെട്ടു കഴിഞ്ഞു. എല്ലാ അധികാരവും നേടി അയാൾ തിരിച്ചെത്തും. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങളുടെ ചവിട്ടിയെങ്കിൽ അവസാനത്തെ ആരെയും തറക്കാൻ പോകുന്നു. സാവൂൾ, 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 അഭിവാദനങ്ങൾ. വിജയിച്ചെത്തുക, വിജയിച്ചു വരിക. പ്രഭു, ഒരു യുവാവ് ഇങ്ങോട്ട് കയറ്റി വിടണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നു. ശാഠ്യം പിടിക്കുകയോ? അയാളെ കടത്തി വരരുത്. അയാൾ ആരെന്ന് വിശദമായി അന്വേഷിച്ചു വരൂ.
സാൻഹദ്രിൻ സംഘത്തിന്റെ സ്വകാര്യ മുറിയിലേക്ക് കടന്നു വരാൻ മാത്രം ധൈര്യമുള്ള ഇവൻ ആരാണ്? സൂക്ഷിക്കണം. ചിലപ്പോൾ അവൻ ഗവർണറുടെ ചാരനാണ്. ഭരണപരിചയമില്ലെങ്കിലും ഗവർണർ മാർസലൂസ് ബുദ്ധിമാനാണ്. പ്രഭു, അയാളെ തടഞ്ഞതിന് അയാൾ മഹാദേഷ്യത്തിലാണ്. കൂടുതൽ ചോദിച്ചത് തന്നെ ഇഷ്ടമായില്ല. ഞാൻ സാവുനാണെന്ന് പറയാൻ പറയുന്നു. സാവൂള് ധീരനായ പരിസരെ ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കും. ഒന്നും വേണ്ട പുരോഹിതൻ സ്ഥാപിക്കും. പക്ഷേ നിങ്ങളുടെ അനാവശ്യമായി പരിശോധനകൾ ഒഴിവാക്കണം. നീയാൾ സമർത്ഥനും സൗഭാഗ്യവാനുമാണ്. നിന്റെ ആവശ്യങ്ങൾ സാൻഹദ്രിൻ സംഘം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമവശത്തിൽ വീഴ്ച ചെയ്യാതിരിക്കാൻ മഹാപുരോഹിതൻ നിയമനുമായി ചർച്ച ചെയ്യാനിപ്പോൾ. എന്ത് നിയമവശം? മഹാപുരോഹിതന് എല്ലാ യഹൂദരുടെ മേൽ അധികാരമുണ്ട്. തടവിലാക്കാനും വിചാരണ ചെയ്യാനും വിധി പ്രസ്താവന നടത്തുവാനുള്ള അധികാരമുള്ള ഈ സഭ സ്വയം ചെറുതാവും. പക്ഷേ സാവൂൾ വിചാരണ ചെയ്യാനും വധിക്കാനുള്ള അവകാശം റോമൻ ഗവർണർ കൈവശപ്പെടുത്തിയില്ലേ? ആരാണ് അംഗീകാരം നൽകിയത്? എസ്തഫാനോസിനെ വധിച്ചത് ഗവർണർ കൽപ്പന നൽകിയിട്ടാണോ? പൊന്തിയോസ് പിലാത്തോസ് റോമിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുൻപ് ഗവർണർ മാർസലൂസിൽ നിന്ന് അധികാരം തിരിച്ചു വാങ്ങുവാനുള്ള ധൈര്യം സാൻഹദ്രിൻ സംഘത്തിനുണ്ടാവും. നിന്റെ തീക്ഷ്ണതയ്ക്ക് പകരം നിൽക്കാൻ ആർക്ക് സാധിക്കും? ഇവനെ ഭയന്ന് ക്രിസ്ത്യാനികൾ മുഴുവൻ ജെറുസലേമിൽ നിന്ന് ഓടിപ്പോയി. ഗലീലയിലേക്കും സമറിയയിലേക്കും അവർ ചിതറിക്കപ്പെട്ടു. എനിക്ക് പക്ഷേ ചിരിക്കാൻ കഴിയുന്നില്ല. കാട്ടുതീ പോലെയാണ് ഈ പ്രസ്ഥാനം പടരുന്നത്. അനേക പുരോഹിതർ ഇതിനകം അവരുടെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. ജനവിരുദ്ധപ്പ് അല്പം പോലും വളരാൻ അനുവദിച്ചുകൂടായിരുന്നു. എന്താണ് സൗൾ നീ ഉദ്ദേശിക്കുന്നത്? ആരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? നീ തന്നെ കാണുന്നതല്ലേ അവരുടെ വാക്ചാതുര്യവും ധൈര്യവും. ഈശോയുടെ ശിശുവിനെ ഉത്തരം മുട്ടിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്തായാലും സമാധാനമായി. എല്ലാവരും ചിതറിക്കപ്പെട്ടല്ലോ. ഈ നിസ്സംഗതയാണ് എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം. നിങ്ങൾക്ക് എന്തറിയാം? കുറച്ച് യഹൂദർ ചിതറിക്കപ്പെട്ടെന്ന് വെച്ച് സമാധാനമായല്ലോ. അവരെക്കാൾ അപകടകാരികൾ ഗ്രീക്ക് ക്രൈസ്തവരാണ്. തരിമ്പം ഭയമില്ലാത്തവരാണ്. ബുദ്ധിയോടെയാണ് അവർ ഈ മാർഗം പടർത്തുന്നത്. ഇപ്പോൾ ഡമാസ്കസ് ആയിരിക്കുന്നു അവരുടെ ശക്തി കേന്ദ്രം. ഭീഷണികൾ കൊണ്ടോ സാരമായ ശിക്ഷണ രീതികൾ കൊണ്ടോ അവരെ തളയ്ക്കാൻ കഴിയുമെന്ന് കരുതേണ്ട. കഠിനമായ ശിക്ഷണ രീതികൾ തന്നെ വേണം. ഈലുകളെ പോലെയാണോ? ഒരിടത്തിൽ നിന്ന് ഓടിക്കുമ്പോൾ മറ്റൊരിടത്ത് ഇരട്ടിയായി പെരുകുന്നു. ഉത്കണ്ഠപ്പെടേണ്ട. സാൻഹദ്രിൻ സംഘം നിന്റെ ആത്മാർത്ഥതയിലും തീക്ഷ്ണതയിലും വിശ്വസിക്കുന്നു. സർവ സ്വാതന്ത്ര്യവും പരിപൂർണ അധികാരവുമാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. ഉള്ളിൽ മോദിയുടെ അഗ്നികുണ്ടങ്ങൾ പിറന്ന ധീരനായ യുവാവേ, നിനക്ക് അഭിവാദനങ്ങൾ. ഇസ്രായേലിന്റെ മഹാപുരോഹിത, അങ്ങേക്ക് നമോ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പിഴുതെറിയുവാൻ, പിടിച്ചു തകർക്കുവാൻ, നശിപ്പിക്കുവാൻ, തകിടം തകർക്കുവാൻ യഹൂദ ജനത്തിന് കരുത്തനായ യോദ്ധാവായി നിന്നെ ഞാൻ അനുമോദിച്ചിരിക്കുന്നു. ജനതയെ പോലെ നീ പോവുക.
മാർക്കറ്റിംഗ് സംഘത്തിന്റെ അംഗീകാരത്തോടെ ലോകം മുഴുവനുമുള്ള എപ്പോഴും ജനത്തിന്മേൽ നൽകപ്പെട്ടിരിക്കുന്ന പരമാധികാരത്താൽ മഹാപുരോഹിതൻ അനന്യാസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന പൗലോസ് എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന താർസൂസുകാരൻ സാവൂളിനെ കൃഷ്ണമാർഗം സ്വീകരിച്ചവർക്കെതിരെ യൂദയിൽ ചെയ്ത നടപടികൾ അവിടെയും ചെയ്യാൻ അധികാരപ്പെടുത്തുന്നു. അന്വേഷണങ്ങൾ നടത്തുന്നതിനും തടവിലാക്കുന്നതിനും തടവുകാരെ ജെറുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള അധികാരം ഇതിനാൽ ഈ പരിസര യുവാവിന് നൽകപ്പെട്ടിരിക്കുന്നു. യഹോവയെ പ്രതിയുള്ള ദീക്ഷത നല്ലത് തന്നെ. എന്നാൽ എന്റെ ആത്മാവ് പറയുന്നു, ഈ പുതിയ മാർഗത്തെ നാം അല്പം കൂടി സൂക്ഷിക്കണമെന്ന്. ഈ മാർഗവും പുതിയ പ്രബോധനവും ദൈവത്തിൽ നിന്നാണെങ്കിൽ ഇവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മാത്രവുമല്ല, ദൈവവിരോധികളായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. ക്ഷമിക്കണം മഹാപുരോഹിത, ദൈവിക വെളിപാടുകളെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. എനിക്ക് പോകാം ധൈര്യമായി. സർവപ്രതിബന്ധങ്ങളെ തകർത്തെറിയുക. നിന്നോളം തീക്ഷ്ണത യുവാവിനെ ഞങ്ങളുടെ കാലഘട്ടം കണ്ടിട്ടില്ല. അതിനാൽ നീ പോകും ധൈര്യമായി. വിശദമായ ഈ ദേവാലയത്തെ താക്ഷ നിർത്തി ഞാൻ നിന്നോട് പറയുന്നു, ഈ കുലവും കാലവും എന്നും നിന്നെ ഓർക്കാൻ ഇടയാകും. നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ഈശോയാണ്. ഇരുമ്പാടിമേൽ തുടിക്കുന്നത് അപകടമാണ്. നിന്റെ ജനത്തെ തകർക്കാൻ ലോകാവസാനത്തോളം നിനക്ക് കഴിയില്ല. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന സത്യവെളിച്ചം ഞാനാണ്. ആയിരിക്കുന്നവനും ആയിരുന്നവനും ഞാനാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും. നിന്നെ ഞാൻ എന്റെ വിശ്വസ്തനായി കണക്കാക്കുന്നു. ആരെയാണോ നീ നിശേഷം നശിപ്പിക്കാനിരുന്നത്, അവരുടെ ശക്തിയേറിയ വിജയായി ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു. ആരും നൽകാത്ത സാക്ഷ്യം നീ എനിക്ക് വേണ്ടി നൽകും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിനക്ക് ഉപദേശം ലഭിക്കും. സൗൾ, അങ്ങയുടെ ദേഹമെല്ലാം ചുറ്റപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? കാണുവാൻ സാധിക്കുന്നില്ല. സാവൂൾ, അങ്ങയുടെ കണ്ണ് തുറന്നാണെന്ന് ഇരിക്കുന്നത്. അങ്ങേക്ക് എന്ത് പറ്റി? ഇല്ല, ഞാൻ അന്ധനാണ്. തീർത്തും അന്ധനാണ്. എനിക്കൊന്നും വ്യക്തമല്ല. കർത്താവേ, ദൈവമേ, എന്റെ കണ്ണ് തുറക്കണമേ. ഇനി കുതിരപ്പുറത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ആയുസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി പട്ടണത്തിലേക്ക് അധിക ദൂരമില്ലല്ലോ. ഇനി നടന്നു പോകേ സ്ഥലമുള്ളൂ. ശരി. സൗൾ, അങ്ങ് ഭയക്കണ്ട. ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ട്. നമുക്ക് ഞങ്ങളുടെ തുണച്ചായിരിക്കും. നമുക്ക് പതുക്കെ പോകാം. ഫരിസേയനായ സാവൂൾ മരിച്ചു. അപ്പസ്തോലനായ പൗലോസ് ജനിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങുന്ന, സഹസ്രാബ്ദങ്ങളിൽ മാറ്റൊലി കൊള്ളുന്ന സുവിശേഷത്തിന്റെ പാഞ്ചജന്യം മുഴക്കി കത്തോലിക്കാ സഭയുടെ അതിശക്തനായ അമരക്കാരനായ സെന്റ് പോൾ രംഗപ്രവേശം ചെയ്യുന്നു. അല്ലയോ യുവാവേ, നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം സാക്ഷി, നീ ഒരിക്കൽ സത്യമറിയും. കർത്താവ് നിന്നെ തൊടും. സാവൂളിന് ദീർഘദർശനം ഉണ്ടായിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ കാലങ്ങൾ ഇത്രയും നിങ്ങളെ ദ്രോഹിച്ചതിന് ആകാശവും ഭൂമിയും പാതാളവും സാക്ഷിയാണ്. ആരാധ്യനും അപരിമേയനും അനന്തശക്തിമയനുമായ ഏകദൈവമായ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ആകാശങ്ങളെ, സമുദ്രങ്ങളെ, നിങ്ങളിതിന് സാക്ഷിയാണ്. ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, കർത്താവായ ഈശോയെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താനാവില്ല. ഇത് സത്യം, സത്യം, സത്യം. ക്ലേശമോ, അധ്വാനമോ, ആപത്തോ, വാളോ, നഗ്നതയോ, ഇത് തന്നെയുമാകട്ടെ, ഒന്നിനും കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വർദ്ധിക്കപ്പെടുന്ന ആയിരക്കണക്കിന് വിശുദ്ധ ബലികളുടെ മധ്യേ ഇന്നും
പൗലോസ് പ്രസംഗിക്കുന്നു. പൗലോസിനെ കൂടാതെ ഒരു ബലിയും പൂർത്തിയാകുന്നില്ല. മിശിഹായുടെ മഹാനായ അപ്പോസ്തലൻ പൗലോസ്, അങ്ങേക്ക് നമോഭാഗം.